പാലക്കാട് അട്ടപ്പാടിയിലെ CPM മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണൻ BJPയിൽ ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഗളി പഞ്ചായത്തിൽ CPM വിമതനായി മത്സരിച്ചിരുന്നു. പിന്നാലെ അഗളി ലോക്കൽ സെക്രട്ടറി N ജംഷീർ ഫോണിൽ വധഭീഷണി മുഴക്കിയത് വിവാദമായിരുന്നു. 4.5 വർഷം മുൻപ് രാമകൃഷ്ണനെ CPM പുറത്താക്കിയിരുന്നു. അല്ലാതെ പാർട്ടിയിൽ നിന്ന് നിന്നിട്ട് എന്ത് ഞാൻ നേടും എന്നുള്ളത് അത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർക്ക് വരെ ബോധ്യം ഉള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ KV രാമകൃഷ്ണൻ മരിച്ചുപോയി, ചന്ദ്രേട്ടൻ മരിച്ചുപോയി, അതേമാതിരി തന്നെ AK ബാലിന് കാര്യങ്ങളറിയാം, CT കൃഷ്ണൻ അറിയാം, അങ്ങനെ നിരവധി ആൾക്കാരും ഇങ്ങനെയുള്ള അത്രയും വിശ്വസ്തയായിട്ട് പ്രവർത്തിക്കുന്നു. എന്നെ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളതും എനിക്കിതുവരെ ബോധ്യമായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ BJP പോകാനായിട്ട് തീരുമാനിച്ച് ഇന്നലെ അതിൻ്റെ കമ്മിറ്റി കൂടി കൊണ്ട് അതിൻ്റെ അട്ടപ്പാടി അതിൻ്റെ മേഖലാ പ്രസിഡന്റുകൾ പങ്കെടുത്തുകൊണ്ട് യോഗങ്ങളെല്ലാം നടന്നു. 14 കുടുംബക്കാർ ഇപ്പോൾ BJPയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് വന്നു. സാജിദ് അജ്മൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സാജിദ്, എന്താണ് രാമകൃഷ്ണൻ പറയുന്നത്? BJPയിൽ ചേരാനുള്ള കാരണം എന്താണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്? BJPയിൽ ചേരാനാണ് CPMന്റെ മുൻ ഏരിയ സെക്രട്ടറി ആയ രാമകൃഷ്ണൻ തീരുമാനിച്ചിട്ടുള്ളത്. അട്ടപ്പാടിയിലെ CPMന്റെ ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു, ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇതുകൂടാതെ ഈ 12 വർഷത്തോളം ജെല്ലിപ്പാറ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2 ടേമാണ് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയത്. 42 വർഷമായി അട്ടപ്പാടിയിലെ CPMന്റെ സജീവ പ്രവർത്തകനും പ്രാദേശിക നേതാവുമായെല്ലാം പ്രവർത്തിച്ച വ്യക്തിയാണ് രാമകൃഷ്ണൻ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ BJPയിൽ ചേരുകയാണ്, തന്റെ കൂടെ കുറച്ച് ആളുകളും BJPയിൽ ചേരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രാദേശിക CPM നേതാക്കൾ പറയുന്നത് 4 വർഷം മുൻപ് രാമകൃഷ്ണന് മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നില്ല, അങ്ങനെ പുറത്തു പോയ വ്യക്തിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഗളിയിൽ നിന്ന് CPM വിമതനായി മത്സരിച്ചിരുന്നു. അങ്ങനെ ലോക്കൽ സെക്രട്ടറി ജംഷീർ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയതെല്ലാം തന്നെ വലിയ തോതിൽ വാർത്തയും വിവാദവുമായിരുന്നു. ഇപ്പോഴെന്തായാലും ഈ VR രാമകൃഷ്ണൻ BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം ജില്ലാ കമ്മിറ്റി തന്നെ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നുണ്ട്.